ഹലോ അത് വേണ്ട. Okay. ഹെൽത്തി ഹെയർ ടിപ്സ് ഫോർ മെൻ, ഹൗ ടു ഹാവ് ഹെൽത്തി ഹെയർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം അല്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പേര് അലക്സ് കോസ്റ്റ. Okay. ഈ മെൻസ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ, ആമ്പിള്ളാരുടെ സ്റ്റൈലിങ്, ഡ്രസ്സ്, മൊത്തത്തിൽ ഒരു ആൺകുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറ്റിയ സംഭവങ്ങളെക്കുറിച്ച് ആ ഒരു മേഖലയിൽ വീഡിയോ ചെയ്യുന്ന ഒരു പ്രമുഖനായ വ്യക്തിയാണ് അലക്സ് കോസ്റ്റ. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്, ഹെൽത്തി ഹെയർ ടിപ്സ് ഫോർ മെൻ. അപ്പോൾ അതിന് നമുക്ക് റിയാക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ അകത്തെ ഈ വീഡിയോസ് എന്ന് നമുക്ക് നോക്കാം. What's up everyone, welcome back to my channel. If you're new, my name is Alex Costa. Make sure to hit the subscribe button below to become part of the YouTube family. Listen, today's video is probably one of my most requested videos of all time. So today I'm going to teach you how to go from dull and dry to smooth, soft and healthy hair. Keep in mind this will also help you grow your hair faster. So if that's the look you're going for, follow these 10 tips and you'll be one step closer to your goal. Tip number 1, don't shampoo your hair every day. I've said this many times, but I still get a lot of questions about washing your hair. Look, you can wash your hair every single day if you need to, but that doesn't mean you should always shampoo. So this is what I suggest. Shampoo only when you need to, because it can be really harsh on your hair and scalp and strip away all the natural oils that you need for that healthy shine, especially if your shampoo is not sulfate free. ഷാംപൂവിൻ്റെ മെയിൻ സംഭവമാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കുന്ന ഒരു ഷാമ്പു നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളൊരു ഷാമ്പു ഉപയോഗിച്ച ശേഷം നമ്മുടെ മുടി ഡ്രൈ ആണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹെയറിന് യോജിച്ച ഒരു സംഭവമല്ല അത്. ഈ ഹെയർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ചിലവരുടെ ഓയിലി നല്ല സിൽക്കി സ്മൂത്തിഷ് ഹെയർ ആയിരിക്കാം, ചിലവരുടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം, ചിലവരുടെ ഒരു നോർമൽ സംഭവമായിരിക്കാം. അപ്പം ഏത് ഷാമ്പു ഉപയോഗിക്കുമ്പോഴാണോ നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്നത് അന്ത ഷാമ്പു നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനൊക്കെ ഇനി മൈൽഡർ ആയിട്ടുള്ള ഒരു ഷാമ്പു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല നല്ല മൈൽഡർ ആയിട്ടുള്ള ഷാമ്പൂസ് നമുക്ക് അവൈലബിൾ ആണ്. വലിയ വില കൊടുക്കാതെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു ഷാമ്പു കണ്ടുപിടിക്കുക എന്നുള്ളത് ഇച്ചിരി ഒരു പണിയുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്ക് പറ്റിയ ഒരു ഷാമ്പു കിട്ടുന്നവരെ ചിലപ്പോൾ നമ്മൾ 1, 2, 3 ഷാമ്പു മേടിച്ച് മാറി മാറി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ പൈസയുടെ ഒരു നഷ്ടം വരും. പക്ഷെ വൺസ് നമ്മൾ ആ ഷാമ്പു കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതേ ഷാമ്പൂവിൽ തന്നെ ഉപയോഗിക്കാം. അതിന് ആ ഫോർമുലയ്ക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ, കാരണം ചില കമ്പനീസ് സെയിം പ്രോഡക്റ്റ് തന്നെ കുറച്ച് നാൾ കഴിയുമ്പം ഒന്നുകൂടെ ഫോർമുലേറ്റ് ചെയ്ത് പുതിയ ഒരു പ്രൊഡക്റ്റ് ആക്കി പുതിയൊരു ഫോർമുല ആക്കി ഇറക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിന് കുറച്ച് മാറ്റം വരാം. അങ്ങനെ ഫോർമുലേഷൻ മാറിയിട്ടില്ല എങ്കിൽ അതേ ഷാമ്പു തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാലങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട സംഭവം, ഡ്രൈ ആകുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു, നമ്മൾ ഏത് ഷാമ്പു ഉപയോഗിച്ച് നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആയോ ആ ഷാമ്പു നമ്മൾ മാറ്റുക, അടുത്തൊരു മൈൽഡർ ഷാമ്പു കണ്ടുപിടിക്കുക, ഉപയോഗിക്കുക.